friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ സൂപ്പർ ആയിട്ടുള്ള ബദാം ഹൽവയാണ്. അപ്പോൾ വരൂ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കടക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് ചെയ്യുന്ന കാരണം വേറൊന്നുമല്ല, നമുക്ക് തൊലിയൊന്ന് പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് വെച്ചിരുന്നാൽ മതി, അതായത് ഏകദേശം ഒരു അരമണിക്കൂർ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി ബദാം 1 കപ്പ് പാലും ചേർത്തതിന് ശേഷം ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബദാം ഹൽവ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് 1/4 കപ്പ് പാലിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നല്ലൊരു അടിത്തട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചോ. ഇപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 1.5 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ ഒരു 1/4 കപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് നമ്മൾ കുങ്കുമപ്പൂ ചലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ഈ ബദാമിൻ്റെ പച്ച വാസന ഒന്ന് മാറി വരണം. അതുവരെ ഇടയ്ക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഏകദേശം ഒരു 120 ml നെയ്യാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഏകദേശം പറഞ്ഞാൽ ഒരു 1/2 കപ്പ് നെയ്യ് തന്നെ ഒഴിക്കണം. എന്നാലേ നല്ലൊരു ബദാം ഹൽവയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് 1 കപ്പ് ബദാം മെഷർ ചെയ്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് മെഷർ ചെയ്ത് ഒഴിക്കുന്നത്. സാധാരണ നമ്മുടെ കപ്പ് തന്നെ ഞാൻ എടുക്കുന്നത്. സാധാരണ നമ്മൾ ചായ ഗ്ലാസ്സോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, വെള്ളത്തിൻ്റെ ഗ്ലാസ്സോ, അത് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള മെഷർമെൻറ്റ്സ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ടാണ് കുറച്ചും കൂടി വെള്ളം പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നേക്കുന്നത്. ഇനി ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ നെയ്യിൽ കിടന്നിട്ടാണ് ഈ ബദാമിൻ്റെ പച്ച വാസനയൊക്കെ മാറി നന്നായിട്ട് കുക്കായി വരേണ്ടത്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ നേരത്തെ കുറച്ച് കുങ്കുമപ്പൂ പാലിട്ട് വെച്ചായിരുന്നില്ലേ, അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറച്ച് തിക്കായിട്ട് വരട്ടെ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോരോ സ്പൂൺ വെച്ചിട്ട് നെയ്യും ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഈ കുങ്കുമപ്പൂവിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബദാമിൻ്റെ എസൻസ് കിട്ടും, നമുക്ക് അതായാലും യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മെഷർമെൻറ്റ്സ് വളരെ കൃത്യമായിരിക്കണം. അതായത് നമ്മൾ എത്രയാണോ ബദാം എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബദാം ഹൽവ ഉണ്ടാക്കിയതിന് ശേഷം ഈ പഞ്ചസാരയുടെ അളവ് എങ്ങാനും കൂടിപ്പോയാൽ ഇത് മേളിൽ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എത്രയാണോ പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ ബദാം എടുക്കണം. അതായത് 1:1 ആണ് റേഷ്യോ. നമ്മുടെ ഈ ബദാം ഹൽവ കിങ് ഓഫ് സ്വീറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ റിച്ച്നെസ് കൊണ്ടും ടേസ്റ്റ് കൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തോന്നാം, ഈ ബദാമിനൊക്കെ നല്ല വിലയായിരിക്കും. പക്ഷെ കടയിൽ നിന്നുള്ള റേറ്റ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് തന്നെ നോക്കൂ. 100 ഗ്രാം ബദാം ഹൽവയ്ക്ക് 100 രൂപയാണ് അവർ മേടിക്കുന്നത്. പക്ഷേ വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് അധികം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, വളരെ കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ തന്നെ. ഇതൊരു എക്സലൻ്റ് ആയിട്ടുള്ള ബദാം ഹൽവയാണ്. നമ്മൾ സാധാരണ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഷോപ്സ് എന്നൊക്കെ മേടിക്കില്ല, അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. ഇതിൽ ഒരേ ഒരു കാര്യം, നെയ്യിൻ്റെയും ബദാമിൻ്റെയും കുങ്കുമപ്പൂവിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബദാം ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എങ്ങനെ മനസ്സിലാക്കാം? ഇതുപോലെ കണ്ടില്ലേ, ലെയറായിട്ട് വരണം. മാത്രമല്ല പാത്രത്തിൽ നിന്ന് വിട്ടുവരുക വേണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി ഈ ഹലുവയുടെ പാകം കറക്റ്റാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ ഒരു വഴിയും കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ ഹലുവ എടുത്തിട്ട് ഇതുപോലെ ഇടുമ്പോൾ നല്ല ഷീറ്റ് പോലെ ഇടണം. കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഹലുവ കറക്റ്റ് പാകത്തിൽ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ആരും പുറത്തു പോയി സ്വീറ്റ് ഷോപ്പിൽ വലിയ പൈസയൊന്നും കൊടുത്ത് ബദാം ഹൽവ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.